ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. ദ ഏരിയ ഓഫ് ദ റീജിയൻ x, y such that 1 minus 2x less than or equal y less than or equal 4 minus x square. x greater than or 0, y greater than 0 അല്ലേ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത് നമ്മൾ പലപ്പോഴും ചെയ്താണ് അല്ലേ. ഇവിടെ എന്താണ് 1 minus 2x less than or equal y less than or equal 4 minus x square അല്ലേ. ഇതിന്റെ ഏരിയ എന്താണ്? ആൽഫ ബൈ ബീറ്റ ആണ് അല്ലെ. ആ ആൽഫ ബൈ ബീറ്റ ആണെങ്കിൽ then we have to find the value of alpha plus beta അല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഏരിയ ആണ് അല്ലെ. എടാ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞുള്ളത്? ആദ്യം റൈറ്റ് സൈഡത്തെ കർവിന്റെ ഗ്രാഫ് വരയ്ക്കുക അല്ലെ. റൈറ്റ് സൈഡ് കർവ് വരയ്ക്കുക, പിന്നെ ലെഫ്റ്റ് സൈഡത്തെ ഗ്രാഫ് വരയ്ക്കുക. അതിന്റെ രണ്ടിന് ഇടയിലാവില്ലേ നമുക്ക് വേണ്ട ഗ്രാഫ് വരിക അല്ലെ. അപ്പൊ എന്ത് വരിക? ആദ്യം റൈറ്റ് താളെ ഗ്രാഫ് എടുക്കുക. റൈറ്റ് താളം എന്താ? y ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. 4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാലേ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4 അല്ലേ. 4 മൈനസ് എക്സ് സ്ക്വയർ ആണ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4 അവിടെ ഇങ്ങനെയല്ലേ മൈനസ് എക്സ് സ്ക്വയർ വരിക അല്ലെ. സോ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറഞ്ഞാൽ പ്ലസ് 4 മുകളിലേക്ക് ഷിഫ്റ്റ് ആവൂലേ അല്ലെ. അപ്പൊ ഇതാണ് എന്ത്? മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4. ദിസ് ഈസ് y ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4. അപ്പൊ ഈ പോയിന്റ് ആരാ? 0,4. അത് കിട്ടി അല്ലെ. പിന്നെ അപ്പൊ റൈറ്റ് സൈഡ് ഗ്രാഫ് വരച്ചു. ലെഫ്റ്റ് അല്ലേ. ലെഫ്റ്റ് ആരാ? y ഈക്വൽ 1 മൈനസ് 2x അല്ലേ. y ഈക്വൽ 1 മൈനസ് 2x പറഞ്ഞാലേ മൈനസ് 2x പ്ലസ് 1 അല്ലേ അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ലൈനിന്റെ ഇക്വേഷൻ ശരിക്കും y ഈക്വൽ mx പ്ലസ് c അല്ലേ. mx പ്ലസ് c അല്ലെ. അപ്പൊ സ്ലോപ്പ് ആരാ ഇവിടെ? -2. സ്ലോപ്പ് നെഗറ്റീവ് ആകുമ്പോൾ താഴോട്ടിൽ വരിക. നമുക്ക് എല്ലാവർക്കും അറിയാം സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ മുകളിലോട്ടാ, സ്ലോപ്പ് നെഗറ്റീവ് ആണ് താഴോട്ടിൽ വരിക അല്ലെ. അപ്പൊ നെഗറ്റീവ് ഇപ്പൊ താഴോട്ട ഗ്രാഫ് വരിക അല്ലെ. ഇനി C1 അല്ലേ. സി എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ് അല്ലേ. സോ y ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ സി. y ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് 1 അല്ലേ. അപ്പൊ 1 ആകുമ്പോൾ 0,1 പാസ് ചെയ്യില്ലേ അല്ലെ. അപ്പൊ ഇത് 0,1 ആണ്, അതിൽ പാസ് ചെയ്യും. എന്താണ് വരിക? ഓക്കെ, ഇങ്ങനെ കിട്ടി അല്ലെ. പിന്നെ അങ്ങനെയെങ്കിലേ ഇതിന്റെ ഉള്ളിലത്തെ ഏരിയ ഈ ഏരിയ അല്ലേ അല്ലെ. പക്ഷെ ആ ഏരിയയിൽ നമുക്ക് കാണേണ്ടത് ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് പറഞ്ഞിട്ട് എക്സ് പോസിറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ് അല്ലെ. അവിടെ എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിലേ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആവില്ലേ. എക്സും വൈ പോസിറ്റീവ് ആണ്, എക്സും വൈ പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ. അവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആവുമ്പോഴേ ഇതല്ലേ ഏരിയ വരിക. ഇതല്ലേ ഏരിയ വരിക അല്ലെ. ആ ഏരിയ കാണണമെങ്കിലേ ഈസിയാ. എങ്ങനെയാ? ഇത് ശരിക്കും പറഞ്ഞാലേ ഏറ്റവും സിമ്പിൾ ആയിട്ട് വിത്തൗട്ട് ഇൻഡിക്കേഷൻ എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെ. എങ്ങനെയാ? അവിടെ ഈ ഏരിയ കാണണമെങ്കിലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എങ്ങനെയാ? ഈ കാണുന്ന ഏരിയയിൽ നിന്ന് ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കുറച്ചാൽ പോരെ. ഞാൻ ഇൻഡിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല, കാരണം വെച്ചാലേ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ട്രയാങ്കിൾ ഏരിയ എന്താ? അത് ഈ പോയിന്റ് ആണ് അല്ലെ. ആ പോയിന്റ് എന്താ? ഈ ലൈന് എക്സ് ആക്സിനെ കട്ട് ചെയ്ത പോയിന്റ് അല്ലേ. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് y 0 ആയിരിക്കൂലേ. വൈ ആരോടെ? -2x + 1 അല്ലേ. അത് 0 ആയിരിക്കും അല്ലെ. അപ്പൊ 2x 1 ആവൂലേ. അപ്പൊ എക്സ് ആരാ? 1/2. അവിടുത്തെ എക്സ് ആരാ? 1/2. വൈ ആരാ? 0 അല്ലെ. എക്സ് 1/2 ആകുമ്പോൾ ഈ ലെങ്ത് 1/2 അല്ലേ. ആ ലെങ്ത് 1/2 ഇത് 0,1 ഇത് ലെങ്ത് 1 അല്ലേ അല്ലെ. അപ്പൊ ട്രയാങ്കിൾ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ആരാ? 1/2. ഹൈറ്റ് ആരാ? 1. അപ്പൊ 1/4 അല്ലേ വരിക അല്ലെ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? 1/4 ആണ് അല്ലെ. പക്ഷെ നമുക്ക് വേണ്ടതേ ഈ ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ അല്ലേ അല്ലെ. ആ ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ ആണെങ്കിലേ ഈ കാണുന്ന ആളുടെ ഏരിയ കണ്ടിട്ട് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കുറച്ചാൽ പോരെ അല്ലെ. ആ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി അല്ലെ. ഇനി എന്ത് കിട്ടിയാൽ മതി? ഈ കാണുന്ന ആളുടെ ഏരിയ കിട്ടിയ പോരെ അല്ലെ. ആ ഏരിയ എങ്ങനെ കിട്ടുക? ഈ ഏരിയ എങ്ങനെ കിട്ടുക? വിത്തൗട്ട് ഇൻഡിക്കേഷൻ പഠിച്ചു ഈ ഏരിയ ഈ ഏരിയ. ആ ഏരിയന്നേ ഈ ട്രയാങ്കിൾ ഏരിയ കുറച്ചാൽ പോരെ അല്ലെ. അല്ലേ ചോദ്യം. ഈ കാണുന്ന ഏരിയ എങ്ങനെ കിട്ടുക? സിമ്പിളാ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാ? ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ചാണ്. ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ഞാൻ കംപ്ലീറ്റ് ആക്കുക. ആ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടിട്ടേ ഇൻറ്റു 2/3 ചെയ്താൽ പോരെ അല്ലെ. ഈ റെക്ടാങ്കിൾ ഏരിയ കാണാം അല്ലെ. ആ റെക്ടാങ്കിളിന്റെ ഏരിയന്റെ 2/3 ആയിരിക്കും എന്ത്? ഇതിന്റെ ഏരിയ. പഠിച്ചല്ലേ എന്താ റെക്ടാങ്കിൾ ഏരിയ? അതിനാദ്യം ഈ പോയിന്റ് കാണാം. ഏതാ ഈ പോയിന്റ്? എടാ നമ്മളെ പരാബോള എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോലെ y 0 ആയിരിക്കൂലേ. അപ്പൊ x² 4 ആടാ. അപ്പൊ x 2. അവിടെ x എന്താ? 2 അല്ലെ. അങ്ങനെയെങ്കിലേ ഇവിടെ x 2 ആണ്, ഈ ലെങ്ത് 2 അല്ലേ അല്ലെ. അത് 0,4 ഇത് 4 അല്ലേ വരിക. അപ്പൊ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്താ? 2 × 4. ഇത് 2 ആണ്, ഇതെന്താണ്? 4 ആണ്. 2 × 4 എന്താ? 8 അല്ലേ അല്ലെ. 8 ആണ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ. അതിന്റെ 2/3 ആയിരിക്കൂലേ നമുക്ക് വേണ്ട ഏരിയ അല്ലെ. പഠിച്ചല്ലേ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ കണ്ടിട്ടേ ഇൻറ്റു 2/3 ഈ ഏരിയ കിട്ടും അല്ലെ. അപ്പൊ എന്താ 2/3 × 8 എന്താ? 16/3 അല്ലേ. 16/3 അല്ലെ. അത് കിട്ടി. അപ്പൊ 16/3 ആണ് ഇതിന്റെ ഏരിയ അല്ലെ. അതിന് ഈ ട്രയാങ്കിൾ ഏരിയ കുറച്ചാൽ പോരെ. അപ്പൊ 16/3 മൈനസ് ട്രയാങ്കിൾ ഏരിയ 1/4 അല്ലേ. ഇത് ചെയ്യുന്ന തരാം. താഴെ 12 മുകളിലോ 64 - 3 61 അല്ലേ അല്ലെ. 61/12 അല്ലെ. ഇതാണ് ആൽഫ ബൈ ബീറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആൽഫ 61 ബീറ്റ 12 അല്ലേ അല്ലെ. കാണാൻ പറഞ്ഞ ആൽഫ പ്ലസ് ബീറ്റ അല്ലേ.
വട്ട് ഈസ് ആൽഫ പ്ലസ് ബീറ്റ 61 പ്ലസ് 12 അപ്പോൾ 63 73 ആവും. ഓപ്ഷൻ എ അല്ല ആൻസർ, ഓപ്ഷൻ 1 ആൻസർ വരാം. ഓക്കെ, ഈസി ക്വസ്റ്റൻ ആണ്. സംഭവം ആപ്ലിക്കേഷൻ ഇൻറ്റഗ്രൽസ് ആകുമ്പോഴും ഞാൻ എന്ത് ചെയ്യില്ല, ആപ്ലിക്കേഷൻ ഇൻറ്റഗ്രൽസിന് ഒരു കാര്യം യൂസ് ചെയ്തില്ല, ജസ്റ്റ് ഷോർട്ട് കട്ട് മെത്തേഡാണ് യൂസ് ചെയ്ത്. ഓക്കെ.